பாத்துத்தோட உடைச்சிடாத. யாரது? ഏയ്, നീ വീട്ടിൽ വന്ന് കേറുമ്പോ തന്നെ കണ്ട കണി കൊള്ളാം. അല്ല, പിശാചിന് കണി കാണുന്നത് നല്ലതാ. എന്നടാ അത് മലയാളത്തെ കുസു കുസുന്ന് പേസിക്കിട്ട്? അല്ല, ഞാൻ അർജുനെ ഒന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. അതിരാ, അതിരേ, ഇപ്പൊ എതുക്ക് അവളെ കൂപ്പിടുறது? സാമ്പാറില നീ ചേർക്കാൻ എന്റെ മോളെ വിളിക്കുന്നത് നിങ്ങൾക്ക് എന്താ കാര്യം? ആരാത്? ആറല്ലേ കൊളപ്പാച്ചി കൊളപ്പാച്ചി ആകെ കൊളപ്പാച്ചി നീ ചെല്ലി ഞമ്മക്ക് പോറേ. നാണിച്ചകത്ത് ഒളിച്ചിരിക്കായിരിക്കും. ബ്ലഡ് എന്റേതാ, അതിന്റെ മഹത്വം കാണിക്കാതിരിക്കോ? വാ. എന്തു പറ്റി മോളെ? ഒരു തലവേദന മാതിരി. ഇത് കള്ള തലവേദനയാ, നാണം കൊണ്ടുള്ള തലവേദന. ഇതാണ് എന്റെ മോൾ. മോളെ, ഇതാണ് എന്റെ കൂട്ടുകാരൻ അച്യുതന്റെ മകൻ അർജുൻ. എവിടെയോ കണ്ടു മറന്ന മുഖം. ഏയ്, ഒരിക്കലും ഉണ്ടാവൂല. ഈ ഇട്ടാവട്ട കൊടൈക്കനാൽ വിട്ട് എന്റെ മോള് പുറത്തു പോയിട്ടില്ല. എന്തോ എനിക്കങ്ങനെ തോന്നി. അതാണ് പറഞ്ഞത്, മുജ്ജന്മ ബന്ധം. അച്ഛാ, ഞാൻ പോയി കിടന്നോട്ടെ? മോള് പോയി കിടന്നോ, നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. മലയാളത്തെ தெரிஞ்சுக்கிட்டோம். நீ ஒருத்தன் தாய் மாமா இருக்கிறேன்னு பயமா? கட்டபொம்ம பரம்பரைக்கு ஏதுடா பயம்? அடே மலையாளத்தான், இவன் தான் என் மவன் വീരപാണ്ഡ്യ കട്ടബൊമ്മ, ആതിരിക്ക് മൊറമാമ. വീട്ടിൽ വരുന്ന അതിഥികളെ പുറംതിരിഞ്ഞ് സ്വീകരിക്കുന്ന ജന്തു. നമസ്കാരം വാദ്യാരെ. നമസ്കാരം. എങ്കയോ പാത്ത മാതിരി ഞാൻ കണ്ടിട്ടില്ലല്ലോ. വാമനെ നില്ലേ, ഒരു കുത്തവാളി ഇങ്ങ തങ്ക വെக்கிறதுக்கு ഞാൻ സമ്മതിക്ക മാട്ടേ. അങ്ങോട്ട് മാറിയുന്നതല്ലേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ വീട്. ഇവിടെ കിടന്ന് വിളയാടുന്നോ? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ അമ്മയും മോനും കേട്ടോ, ഈ നിൽക്കുന്ന അർജുനനാണ് എന്റെ മകളുടെ ഭാവി വരൻ. ഒരു വാക്ക്, രണ്ട് വാക്ക്, മൂന്ന് വാക്ക്. നീ വാടാമനെ. ചേട്ടാ, ഏനെന്നെ ഒറ്റ കൊടുക്കലേ? പട്ടി കടിച്ചു എന്ന് കരുതി ആരെങ്കിലും പട്ടിയെ തിരിച്ചു കടിക്കും? മോള് പഠിക്ക അല്ല, വെറുതെ ചോദിച്ചാ. അച്ഛൻ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടി മാത്രമല്ലേ? അച്ഛാ, ആ കൈയൊന്ന് കാണിച്ചേ. എന്തിനാ? സോപ്പ് ഉണ്ടോന്ന് നോക്കിയതാ. ഞാൻ അപ്പോഴേ വിചാരിച്ച മോള് തെറ്റിദ്ധരിക്കുന്നത്. മോള് പോയ അർജുന്റെ റൂം ഒന്ന് ശരിയായി കൊടുക്ക്. എനിക്ക് വയ്യ. അങ്ങനെ പറയരുത്, അവൻ നമ്മുടെ ഗസ്റ്റ് അല്ലേ. ആ മര്യാദ നമ്മൾ കാണിക്കണ്ടേ? ചെല്ലി. അച്ഛന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. വേണ്ടാത്തൊരു വയ്യാവിലി വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നു. ഇതെന്താ തനി സംസാരിച്ചോണ്ട് നടക്കണേ? ആ ക്രിമിനലിന് ഞാൻ മുറി തിരിച്ചു കൊടുക്കണത്രേ. നാശം. അച്ഛന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായോ? ആ ചുള്ളമ്പയനെ കൊണ്ട് കെട്ടിക്കാനാ. പിന്നെ അതിനു മുമ്പ് അവനെ ഇവിടുന്ന് ഞാൻ തോരത്തും. അയ്യോ, അത് എലി പിടിക്കാനുള്ള കത്രികയാ. ഇത് കൊണ്ടൊരു മുഴുത്ത എലിയെ കെണിയിൽ വീഴ്ത്താനുണ്ട്. കണ്ടില്ലേ, അല്പം വായാടിത്തരം ഉണ്ടെന്നേ ഉള്ളൂ. നല്ല അടക്കോ ഒതുക്കോ അനുസരണയുള്ളവളാ എന്റെ മോള്. സുഖായിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നോക്കിയേ, എന്തൊരു സ്നേഹ, വെണ്ണ പോലെ ഒരുങ്ങുന്ന മനസ്സാവളുടേത്. യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലേ. നോക്കിടുന്നു മച്ചാ. വന്നല്ലോ. വന്നു. இந்த റൂമിൽ ഇവൻ പടുക്ക കൂടാതെ കാര്യം. ഇത് എന്നോട് ഗ്രാൻഡ് ഫാദറുടെ പെരിയപ്പ വാഴ്ത്ത റൂം. പെരിയപ്പയോ? ആരാത്? അതൊരു ആദിവാസി. നോക്കിടുന്നോ, ബാക്കി കാര്യമൊക്കെ അങ്ങ് ഡിസ്കസ് ചെയ്തോളാം. വേറെ മനസ്സിലിരിക്കട്ടെ, മാറ്റിയിരുത്തിന് തള്ളക്കുളിക്കാനല്ലേ? മുടിയാതെ മുടിയാതെ. നീ വെളിയെ പാത്തച്ചാ? ഇല്ല. എങ്കിൽ പാക്കണം. നല്ല കൂറ്റാക്കൂത്തിട്ട് ഈ വീടുകളിലെ കാതറിപ്പിക്കുന്ന ശബ്ദം നാളുടെ കുറെ അത് ഇവിടെ ഉണ്ടല്ലോ. മച്ച ഇടപെട വേണ്ട. ഇന്നക്ക് കറുത്തവാവ്, ഇന്നക്ക് പെരിയ ആത്മ വരും. ആസ്മയല്ലേ, ആത്മാ, സ്പിരിറ്റ്. அந்த ஆத்மாவுக்கிட்டு எனக்கு கொஞ்சம் பேசணும். എല്ലാ കറുത്തവാവിനും ഞാൻ തൂങ്ങുന്ന മുറിയായത്. നീ ഇന്ന് ഇവിടെ തൂങ്ങണ്ട. എനിക്ക് വേണ്ടി ആരും വഴക്ക് കൂടണ്ട, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. മോനെ, അവന് മൂള ഇருக்கு. മറ്റ പോങ്കോ പെരിയപ്പ വர்றதுக்கு ടൈം ആச்சு.
നിന്റെ തന്തയുടെ പെരിയപ്പയോട് ഇന്ന് ഞാൻ പേശിക്കോളാം. പോടാ പുറത്ത്. ഇന്ന് ഞാൻ ഇവിടെ കിടക്കും. മച്ചാനെ പെറിയപ്പ പിടിച്ച്. സാർ പാല്. ആ ഓ വേണ്ട. ബദാം പരിപ്പ് കലക്കിയതാ. ഓ ഇവിടെ മനുഷ്യന്റെ പരിപ്പിളയിരിക്കാണ്. അതിനിടയിലാണ് അവളുടെ ഒരു ബദാം പരിപ്പ്. സാറിനിത് പതിവുള്ളതല്ലേ? പതിവില്ലാത്ത പലതും നടന്നു. ഓ കൊണ്ടുപോടി. ആ വന്നേ. എന്താ ആദ്യമേ എന്താച്ചാ? മോൾ ഇത് കൊണ്ടുപോയി ആ അർജുനന് കൊടുക്ക്. എനിക്കൊന്നും പറ്റില്ല. അച്ഛന് നടക്കാൻ തീരെ വയ്യാഞ്ഞിട്ടില്ലേ മോളെ? എന്റെ പൊന്നു മോളല്ലേ? ചെല്ല് കൊണ്ടേ കൊടുക്ക്. ഇത് കൊണ്ടു കൊടുക്കാൻ എനിക്ക് എന്താ വട്ടോ? മോളു എന്താ ഇത്? ബദാം മിൽക്ക്. ആ ഫൂളിന് കൊണ്ടു കൊടുക്കാൻ അച്ഛൻ തന്നയച്ചതാ. இந்த கட்டபொம்மனு கட்டம் காப்பி பெடாத்தண்டிக்கு பெதாம் மில்க் கொடுக்க வேண்டாம். இது சாப்பிட்டாலே அவனு சீத்த விசாரங்கள் வந்துடும். அதுக்காக இது மாமன் சாப்பிடாம். அவனு இது கொடுக்கு. இது குடிச்சவன் காரக்கட்டை தெண்டி. വേണ്ട മാമ, അവന് ഞാനൊരു സ്പെഷ്യൽ ടീ കൊടുക്കാം. அவனுக்கு ஸ்பெஷலா இது பெசகா. கொஞ்சம் ஜாஸ்தியா. இது வித்யை பச்சைப்பால் சுடுபாலாக்கிடும் மொராஜி தேசாய் தன் வித்யை. பாலு மட்டும் கைகளிலே ஆத்தாயே. என்னடா இது? பதாம் மில்க். யாருக்கு? அந்த மலையாளத்தானு. എന്നിരുന്നാലും അവൻ നമ്മ ഗസ്റ്റ് അല്ലാമാ. அறிவு கட்ட முண்டம். அவன் கெட்ட கேட்டுக்கு பாதம் பால் கேக்குதா? இப்படி கொண்டா இப்படி. அம்மா நான் கெஞ்சி கேக்குறேம்மா, விழுகாதே விழுகாதம்மா விழுகாதே. அம்மா விழுகாதம்மா, அது மொராஜி இருக்கம்மா மொராஜி. அம்மா விழுகாதே. സ്വന്തം അമ്മയെ കഴുത്തേക്ക് കൊല്ലുന്ന. ஐயோ தாயே, விளக்கப்பட்ட தண்ணி நீ முழுவனாய் சாப்பிட்டில்லை தாயே. என்ன சொல்ற? കോഫി. ഞാൻ മൂഞ്ചിയിലിട്ട് അടിച്ചൊരു ബെഡ് കോഫിയാ. ഇവന് ഞാൻ ബ്ലഡ് കോഫി കൊടുക്കും. ഒരു തുള്ളിയാ തരുന്നതാ. ആർത്തിക്കൊണ്ടോ പാത്ത് പാത്ത് കുടുറാ. பிரமாதமான என்ன கண்ணு மிக்ஸ் பண்றது? ஏலக்காயா, இஞ்சியா, குருமிளகா, போல்பியா, கோப்கானா சொல்லம்மா. சொல்ல லெஜ்ஜையா லெஜ்ஜாவதியே. அம்மா வயிற்றுக்குள்ள ஒரு சம்பந்தம் வருது. அம்மா அரபிக்கரல் இலகி வருന്നത് மாதிரி இல்லம்மா வந்தாச்சு. என்ன தம்பி நீ மறுபடியும் இங்க வந்திருக்க? அது அந்த கஞ்சா கேஸ் இல்லையா, அவனை பார்க்க வந்திருக்க. அப்படியா? உட்காரு. தேங்க்யூ சார். உனக்கு அவளை தெரியுமா? இல்ல, வெறுതെ മലയാളി ആയതുകൊണ്ട് അന്വേഷിച്ചു വന്നാ. தம்பி இந்த விஷயத்துல ஒரு சென்டிமெண்ட் இருக்க கூடாது. இது ரொம்ப டேஞ்சரஸான கேஸ். அவனை 15 நாள் ரிமாண்ட்ல சப் ஜெயிலுக்கு அனுப்பியாச்சு. நேர்ல കാണാൻ? ஐயோ, அங்க போன் கூட அலோ பண்ண மாட்டாங்க. அவனை பார்க்க போனா நீ கூட மாட்டிப்ப. എന്താ പാർവതി, എന്താ നിനക്ക് സംഭവിച്ചത്? എന്താ നീ ഒന്നും പറയാത്തത്? വാട്ട് ഹാപ്പൻഡ്? ഞാൻ എന്താ സാറേ പറയാ, കുറച്ചു ദിവസമായി ഇവക്കൊരു വല്ലായിക. കോളേജിലും പോണില്ല. എന്തെങ്കിലും ചോദിച്ചാ ഉടനെ ദേഷ്യം വരും, അല്ലെങ്കിൽ കരച്ചില്. കാര്യമൊട്ട് പറയുന്നുമില്ല. എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ലല്ലോ. ആ പാർവതി, നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ കോൺട്രാക്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെയാ. നീയാണ് മോഡൽ എന്നൊരൊറ്റ കണ്ടീഷനില്ല അവർ ഈ കോൺട്രാക്ട് സൈൻ ചെയ്ത്. സ്റ്റോറി ബോർഡെല്ലാം ഓക്കെ. അടുത്ത ആഴ്ച ഷൂട്ട് ബാംഗ്ലൂരിൽ. അത് സാർ എങ്ങനെയെങ്കിലും ഈ വർക്കിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. വൈ? അത് മാത്രം ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഓക്കെ ഓക്കെ, പാർവതിയെ ഞാൻ ഒഴിവാക്കാം, ഒപ്പം ആ കോൺട്രാക്ട്. യെസ്, നിന്നേക്കാ വലുതല്ലോ എനിക്ക് ആ കോൺട്രാക്ട്.
അതേടോ, ഈ മുഖം ഇങ്ങനെ കണ്ടിട്ട് പോയാൽ എനിക്ക് അവർക്ക് ഭംഗിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? നീ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാൽ മാത്രം മതി എനിക്ക്. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. முருகனே, என்னோட போலீஸை பிடிக்காததினால் ஆதர என்ன லவ் பண்ணலே. ஆனால் வரும் 2 நாளில் என் வயர் குறைஞ்சி போடி ஸ்டீல் போடி ஆக்கனே. ஆண்டவனே முருகா. ஹேய், ஹேய், ஆய், ஹேய், ஆ, குறைஞ்சு கொஞ்சம் குறைஞ்சு. ஹேய், ஆ, ஹேய், ஆ. யாரா நீ? ശത്രുഘ്നൻ. ചക്രഗുരു? ചക്കക്കുരു അല്ല, ശത്രുഘ്നൻ. ആ, അത് മനസ്സിലായി. മലയാളി എരപ്പാളി ഏതൊക്കെ വന്നു നീ? അതെ, എടപ്പാളാണ് വീട്. എങ്ങനെ മനസ്സിലായി? അത് പാത്താലെ തെറിഞ്ഞ് ഏതൊക്കെ വന്നു നീ? ഞാൻ ശിവനെ ഒന്ന് കാണണം. ഏയ്, ശിവൻ കോവിൽ ടൗണിൽ ഇருக்கு. ആ ശിവനല്ല, ശിവൻ എന്ന ആളെ കാണണം. അന്ത പേരിൽ ഒരാൾ ഇങ്ങ ഇല്ലേ? പോടെ. ഉണ്ട്, കേരളത്തിൽ നിന്ന് വന്ന ശിവൻ. ഈ അഡ്രസ് ആണല്ലോ തന്നിരിക്കണേ. அந்த சிவப்பாளா? ശിവപ്പാളല്ല, വെളുത്ത ആള്. എടാ, അത് തന്നെ ചൊല്ലിയത്. അയ്യോ. അവൻ പേര് ശിവനാ? ആ, അപ്പ അർജുൻ? അതവന്റെ ശത്രു. അപ്പൊ ശിവൻ? അർജുന്റെ ആജീവനാന്ത ശത്രു. അപ്പൊ ഇങ്ങ തകിയത് ശിവൻ അവൻ അർജുൻ അല്ലേ? അല്ല. വേഗം കഴിക്കും മോനെ, എന്നിട്ട് വേണം മുട്ടയും പാലും കഴിക്കാൻ. അപ്പോഴത്തേക്കും ഞാനൊരു ചെത്തി വെക്കാം. മച്ചാ, ഇത് ആരെന്ന് തെരയുമാ? ആരാത്? എടാ അളിയാ, എടാ തിണ്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അങ്കിൾ, ഇതെന്റെ ഫ്രണ്ട് ശത്രു. ഫ്രണ്ട് ശത്രുവാണോ? അല്ലല്ല, പേര് ശത്രുഘ്നൻ. അത് കറക്റ്റ് താനേ. കറക്റ്റ് ആണല്ലോ, ആ, correct. സംശയമില്ലല്ലോ. ഇല്ല. ആ, അത് മതി. മച്ചാ, പക്ഷെ ഈ പുട്ട് കുത്തി കേട്ടിട്ടവൻ അർജുൻ അല്ല, ശിവനാണ്. ശിവൻ. അയ്യോ, ഇവൻ അർജുൻ തന്നെ. ഞാൻ ഇവനല്ല ഉദ്ദേശിച്ചത്. ഇവന്റെ കൂട്ടുകാരനാണല്ലോ ശിവൻ. ശിവന്റെ കൂട്ടുകാരനാണ് ഇവൻ. ഇവന്റെയും ശിവന്റെയും കൂട്ടുകാരനാണ് ഞാൻ. ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആണ്. അത് പോയി ചൊല്ലാറാ. ചൊല്ല്, യാർന്നവൻ? അർജുൻ. എടാ പാണ്ടി, നീ ഒരു ശബ്ദം കേട്ടാ? ഒരു സിന്ന സൗണ്ട് ഞാൻ കേട്ടേൻ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന് തരിപ്പണമായ ശബ്ദമാണ് കേട്ടത്. എടാ, കാളെ പെറ്റുമെന്ന് കരുതി കുട്ടി എടുക്കാൻ പോവോ? അത് കയറെടുക്കരുന്നല്ലേ മച്ചാ? കേട്ടിക്കളെ ഞാൻ. എടാ ശവമേ, ഇത്രയും കളിമണ്ണ് നിന്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കട്ടബൊമ്മൻ ഫാമിലിക്ക് ഒരു ഓട്ട് കമ്പനി തുടങ്ങാമായിരുന്നില്ലേ? மச்சா, அந்த ஓட்டு கம்பெனி இனாகுரேஷன் பண்றதுக்கு முதலமைச்சர் ஜெயலலிதா கூப்பிட எப்படி இருக்கும்? ദേ, ദേ, ഇതൊന്ന് പിടിച്ചേ. കുത്തിച്ചാക നീ. പോടാ അവിടുന്ന്. 1.5 രൂപ പോയി. ശത്രുട്ടി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? അതിപ്പോ അങ്കിള് പറഞ്ഞു വിടുന്നവരാ. മതി, 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 മതി. മിടുക്കൻ. ഇങ്ങനെ വേണം ഫ്രണ്ട്സ്. നീയും കൂടി ഉണ്ടെങ്കിൽ എന്റെ ചില പദ്ധതികളൊക്കെ വളരെ എളുപ്പം നടക്കും. ദേ, ഇത് കഴിക്കും. അത് കഴിഞ്ഞ് 4 മുട്ട കഴിച്ചോ.